ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഹർത്താൽ. കരിങ്കൊടി കാട്ടും എന്ന് SFI പ്രഖ്യാപിച്ചതിനാൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ ഇടതുമുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്കും ഇന്ന് മാർച്ച് നടത്തും. ജെയിനിസ് രാജു ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജെയിൻ. ജെയിൻ, ഈ ഭൂപതിവ് ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തതാണല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അവിടെ ഇടുക്കി പാർട്ടിയുടെ ജില്ലാ ഓഫീസൊക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ആ ബില്ല് ഒപ്പിടണം എന്ന ഒരു സമരം കൂടി നടക്കുകയാണ്. ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കടുക്കുമോ ഹർത്താൽ? തീർച്ചയായിട്ടും ഹർത്താൽ പൂർണ്ണമായിരിക്കും. കാരണം വളരെ ശക്തമായിട്ടുള്ള സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ ഗവർണർക്കെതിരെയുള്ള ഒരു സമരം എന്ന നിലയിലാണ് ഈ പ്രതിഷേധ ഹർത്താലിനെ ഇടതുമുന്നണി കാണുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ 11:30 ഗവർണർ തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ എത്തുന്നത്. ഇവിടെ എത്തുന്നതിന് മുന്നോടിയായി തന്നെ ഈ പോരുന്ന വഴിയിലെല്ലാം ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകും. പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കരിങ്കൊടി കാട്ടുമെന്ന് തടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഈ 9-ാം തീയതി ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഇടതുമുന്നണി ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇടുക്കിയിലേക്ക് ഗവർണർ എത്താൻ തീരുമാനിച്ച ഈ ദിവസം തെരഞ്ഞെടുത്തതും ഒരു കരുതിക്കൂട്ടി ആണ് എന്നൊരു നിഗമനത്തിലാണ് ഇടതുമുന്നണി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളിയായിട്ടാണ് ഇടതുമുന്നണി കാണുന്നത്. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. നവംബറിൽ തന്നെ ക്ഷണിച്ചതാണ്. പക്ഷേ ഡിസംബറിൽ പരിപാടി നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ അന്ന് തീയതി അനുവദിക്കാതിരുന്ന ഗവർണർ പെട്ടെന്ന് 2-ാം തീയതി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ വിളിച്ച് 9-ാം തീയതി താൻ എത്താം എന്ന് അറിയിക്കുകയായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് താൻ ഇടുക്കിയിലെത്തും എന്ന തരത്തിൽ ഒരു വെല്ലുവിളിയായി തന്നെയാണ് ഗവർണർ ഈ ദിവസം തിരഞ്ഞെടുത്തത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഏതാണ്ട് 600-ലധികം അംഗങ്ങളായിരിക്കും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുക. പ്രധാനമായും ഇന്ന് രാവിലെ 6 മണിക്ക് ഹർത്താൽ ആരംഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തകരെല്ലാം തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 400-ഓളം പ്രവർത്തകർ ഇന്നലെ മാത്രം ഇവിടെ എത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതനുസരിച്ച് തൊടുപുഴയിലെ വിവിധ ഹോട്ടലുകളിലും മറ്റുമായി അവർ എത്തി താമസം അല്ലെങ്കിൽ ഇന്നലെ തന്നെ താമസിച്ചിരുന്നു. ഇനി തൊടുപുഴയുടെ പരിസരത്തോ ഉള്ള ആളുകളാണ് രാവിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താനുള്ളത്. അവരുടെ വാഹനങ്ങൾ തടയുന്നതിൽ എതിർപ്പില്ല. പക്ഷേ കാൽനടയായി പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുമ്പോൾ അവരെ തടയാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആലുവയിലാണ് ഗവർണർ ഉള്ളത്. അവിടെ നിന്ന് രാവിലെ 9:30 തൊടുപുഴയിലേക്ക് തിരിക്കും. അങ്ങനെ തൊടുപുഴയിലേക്ക് തിരിച്ച് അദ്ദേഹം ജില്ലാ അതിർത്തി പിന്നിടുമ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്, SFI തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാന പ്രതിഷേധ കേന്ദ്രമായി ഒരുപക്ഷെ മാറാൻ സാധ്യതയുള്ളത് വെങ്ങല്ലൂരാണ്. വെങ്ങല്ലൂരിൽ പ്രവർത്തകർ തമ്പടിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും മാർഗങ്ങൾ, പ്രത്യേകിച്ച് തൊടുപുഴയിൽ നിരവധി ബൈപ്പാസ് റോഡുകളുണ്ട്. അപ്പോൾ തൊടുപുഴ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റേതെങ്കിലും പാത തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തകരെ പല സ്ഥലത്തായി വിന്യസിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഭൂപതിവ് ചട്ട ഭേദഗതി എന്നത് ഇടുക്കി ജില്ലയിലെ ആളുകളുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ്. അത് ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ആ ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്ക് എത്തുകയും അതിൽ ചില വിശദീകരണങ്ങൾ ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് മറുപടി നൽകിയില്ല എന്നുള്ളതാണ് ഗവർണറുടെ വിശദീകരണം. ശരി ജെയിൻ.